കൂടുണ്ട് പ്രിയനൻ ചാരവേ, ചാരും ജ്ഞാനമാർവതിൽ കേൾക്കുന്നു നാദനിൻബസ്വരം. മുൻപോട്ടു പോയിടാം, കാക്കയാലാഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും. വിശ്വസ്തൻ എന്നെ വിളിച്ചതാൽ നടത്തും അന്ത്യം വരെ. ഏകനായി തീർന്നിടും വേളയിൽ, ശോധനയേറിടും നേരത്തിൽ, ഇല്ലതെല്ലും നിരാശകൾ എൻ പ്രിയൻ കൂടുള്ളതാൽ. ആകുല ചിന്തകൾ വേണ്ടിനി, ആശ്വാസകാലം അതുണ്ടല്ലോ. ആത്മാവിനാലെ നടന്നിടാം ക്രിസ്തു വിശ്വാസിയേ. കൂടുണ്ട് പ്രിയനൻ ചാരവേ, ചാരും ജ്ഞാനമാർവതിൽ കേൾക്കുന്നു നാദനിൻബസ്വരം. മുൻപോട്ടു പോയിടാം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി നന്ദി അപ്പാ. സ്തോത്രം. സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ചു കർത്താവിൻ്റെ പാദപിടത്തിലാക്കി വെച്ച വൻകൃപയ്ക്കായി നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെ നന്ദിയോടെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് വരെ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് ഞങ്ങളെ സഹായിച്ചൊരു നല്ല ദൈവം, ഞങ്ങൾക്കുള്ളതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, വീണ്ടും ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഉള്ളതുപോലെ കാണുന്നൊരു പിതാവ്, അറിയുന്നൊരു നല്ല കർത്താവ്, ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ദാനം തന്ന ജീവിത പങ്കാളി, ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഹല്ലേലൂയ, എല്ലാം സ്തോത്രത്തോടെ നന്ദിയോടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാ. ഇന്നുവരെയും കൺമണി പോലെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. കർത്താവേ, അപ്പാ കരുണയോടെ ഓർക്കണമേ. അപ്പോൾ വീണ്ടും കരുണയോടെ ഓർക്കണമേ. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിക്കുമാറാകണം. ജീവനും ഭക്തിക്കും വേണമെന്നത് കരുതിയൊരുക്കി കൊടുത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ റിസൾട്ട് കാത്തിരിക്കുക, നല്ല വിജയം നൽകിയവരെ മാനിക്കുമാറാകണം. അവരുടെ പേപ്പർ നോക്കുന്നിടത്തൊക്കെയും കർത്താവിൻ്റെ കരം വേണമപ്പാ. അപ്പോൾ വീണ്ടും വിവിധ കോഴ്സുകളിൽ ഹല്ലേലൂയ പഠിക്കുന്ന മക്കളുണ്ട്, പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന മക്കളുണ്ട്. അപ്പോൾ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. OET, IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, കർത്താവ് എഞ്ചിനീയറിങ്ങിനും BSc നഴ്സിങ്ങിനും ഒക്കെ പഠിക്കുന്നവർ, മെഡിസിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റനവധി കോഴ്സുകൾ പഠിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന ചോദിച്ച കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. നാഥാ, അവരുടെ വിശ്വാസം ചോർന്നു പോകാൻ അനുവദിക്കാതെ സ്വർഗ്ഗം അവരുടെ മേൽ ഹല്ലേലൂയ അനുഗ്രഹം പകരുമാറാകണം. ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണം, ഓർമ്മശക്തി കൊടുക്കണം. അവർ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗ്ഗം സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. കർത്താവേ, നാടും വീടുമൊക്കെ വിട്ട് ഹല്ലേലൂയ ജോലിക്കായി പഠനത്തിനായിട്ടൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദുരിതയിലൊക്കെ ആയിരിക്കുമ്പോൾ സ്വർഗ്ഗമെല്ലാ മക്കളെയും കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു കാണല്ലേ, ദുഷ്ടപിശാച് തുടരുതേ, ആരുടെയും കണ്ണുനനയാൻ സമ്മതിക്കല്ലേ, ഹൃദയം വേദനിക്കുവാൻ അനുവദിക്കല്ലേ. ദുഷ്ടപിശാച് തൊടാതെ കർത്താവിൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രപ്പാ, സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ചു പോയതുമില്ല. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചെന്ന് പറയുവാൻ തക്കണം സ്വർഗം തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. കർത്താവേ, വീണ്ടും ഈ പ്രഭാതത്തിൽ എല്ലാവരെയും സമർപ്പിച്ചല്ലോ. ഹല്ലേലൂയ. കർത്താവേ, വീണ്ടും അപ്പാ ഞങ്ങളുടെ രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയപ്പാ. ആശുപത്രിയിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഹല്ലേലൂയ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്ന, വേദനയിൽ കൂടി കഴിയുന്ന ഓരോ മക്കളെയും അപ്പൻ്റെ സന്നിധിയിലോട്ട് കൊണ്ടുതരികയപ്പാ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. ആണിപ്പഴുതുള്ള കരം, അനുഗ്രഹിക്കപ്പെട്ട കരം, സൗഖ്യത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേലും വന്ന് വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഖിലിയാദിലെ സുഗന്ധ കുഴമ്പുമായി കടന്നു വരണമേ കർത്താവേ. ഉച്ച മുതൽ പാദം വരെ ഒന്ന് തലോടണമേ കർത്താവേ. ആ കാൽവരി ക്രൂസിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി ഒരു തുള്ളി രക്തമെന്ന് കുത്തിവയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. സകല രോഗാണുവിനെ നിർജീവമാക്കുവാൻ കഴിവുള്ള രക്തം എൻ്റെ യേശുവിൻ്റെ രക്തമാകയാൽ
അങ്ങ് മരുന്ന, അങ്ങ് വൈദ്യന, ഹല്ലേലൂയ, ഞങ്ങൾക്ക് സൗഖ്യദായകനാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ ഏൽപ്പിക്കുക, കിഡ്നി രോഗികളെ ഏൽപ്പിക്കുക, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കുക കർത്താവേ. ശരീരമാസകലം നീർക്കെട്ടും വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ഓർമ്മശക്തിയും ബുദ്ധിയുമില്ലാതെ കർത്താവേ, ആമേൻ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവേ. എൻ്റെ കർത്താവ് ഉള്ളതുപോലെ കാണുന്ന കർത്താവ് സൗഖ്യദായകൻ അവിടുന്ന് ഓരോ മക്കളെയും തുടരണമേ നടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉദരസംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. അപ്പാ നീ അവരെ സഹായിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓപ്പറേഷന് വിധേയപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട് കർത്താവേ. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. അപ്പോൾ അതിഭയങ്കരമായ ഹല്ലേലൂയ അസ്വസ്ഥതകളിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുകയാണ് കർത്താവേ. കർത്താവേ, ചെവിയുടെ വേദനയാൽ ഭാരപ്പെടുന്ന ഒരു ജീവിതമുണ്ടല്ലോ, പല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന ജീവിതമുണ്ടല്ലപ്പാ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരികയപ്പാ. നിൻ്റെ കുഞ്ഞുങ്ങളുടെ അതിവേദനയിൽ നിന്നൊക്കെ വിടുതലും ആശ്വാസവും അപ്പൻ കൊടുക്കാൻ കഴിവുള്ളവനാ. അവിടുന്ന് മനസ്സറിവും കരുണയുമുള്ള ദൈവമാ. പൂർണ്ണ സൗഖ്യത്തെ പ്രാപിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആമേൻ, ഹല്ലേലൂയ കർത്താവേ. അധികാരത്തോടെ അവകാശത്തോടെ അപ്പൻ്റെ പാദപീഠം ചേർന്നിരുന്നു കൊണ്ട് സൗഖ്യത്തെ ചോദിച്ചു വാങ്ങിപ്പാനുള്ള കൃപ ഓരോ മക്കൾക്കും നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, ഹല്ലേലൂയ കർത്താവേ. അങ്ങയുടെ പാദപീഠം ചേർന്നിരുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല കർത്താവേ. അവിടുത്തെ സന്നിധിയിലെ ഹല്ലേലൂയ സകല വിടുതലും അനുഗ്രഹവും ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദി പറയുക. ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്, സൗഖ്യമുണ്ട്, ഹല്ലേലൂയ സമാധാനമുണ്ട്, ഹല്ലേലൂയ ഞങ്ങൾക്ക് സകലത്തിൻ്റെ സകലതുമുണ്ട്. അപ്പൻ്റെ പാദപീഠമാകിയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനാഥരെയും വിധവകളെയും ഓർക്കുന്നപ്പോൾ ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവ്, വേർപാടിന് ദുഃഖം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന സ്വർഗ്ഗം സമാധാനത്തിൻ്റെ ദൈവമാ. തൻ്റെ മക്കളെ ആശ്വസിപ്പിച്ച് വഴി നടത്തണമേ എന്നടിയാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു നാഥാ. അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അത്ഭുതം ചെയ്യണമേ, വഴികളെ തുറക്കണമേ അപ്പാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. അപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ സ്വർഗ്ഗമൊരുക്കുന്ന ജോലിക്കായി നന്ദി. വീണ്ടും ചില മക്കൾ കൂടി ഉണ്ട് കർത്താവെ, ജോലി ലഭിക്കേണ്ട ജീവിതങ്ങൾ കർത്താവ് ജോലി നൽകി അനുഗ്രഹിച്ച മക്കളുമുണ്ട്. നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾക്ക് കർത്താവ് വിജയമാർഗത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ വിവാഹപ്രായം കഴിഞ്ഞ മക്കളെ, വിവാഹത്തിന് തയ്യാറെടുക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. കാനാവിലെ കല്യാണം പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. ഒന്നിനും കുറവ് കൂടാതെ ശ്രേഷ്ഠമായത്, അത്ഭുതമായത്, ആമേൻ, ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി സ്വർഗ്ഗം അത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിവാഹപ്രായം കഴിഞ്ഞ തൻ്റെ മക്കൾക്ക് തക്കത്തുണേ ഒരുക്കി സ്വർഗ്ഗം അവരുടെ വിവാഹം നടക്കുവാൻ തക്കണം സഹായിക്കണമേ കർത്താവ്. വിവാഹത്തിന് മനസ്സിലാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുമുണ്ടല്ലോ കർത്താവേ, നീ അവരോട് ഇടപെടണമേ, സംസാരിക്കണമേ. അവരുടെ ഭാവിയെക്കുറിച്ചൊരു ബോധം അവർക്ക് നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടപ്പാ, കരുണ കാണിക്കണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ കഴിയുന്ന ജീവിതങ്ങളെ സ്വർഗ്ഗം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലാക്കി തീർക്കണമേ അപ്പാ. ഹല്ലേലൂയ. അനേക വൻപന്മാർ ഹല്ലേലൂയ കർത്താവ് ആമേൻ എൻ്റെ കർത്താവിനെ അറിയുവാൻ തക്കണം സ്വർഗ്ഗം ഇടയാക്കി മുഖാന്തരങ്ങൾ ഒരുക്കിയെങ്കിൽ തുടർന്ന് മദ്യപാനികളെ കർത്താവ് രൂപാന്തരപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ. സ്തോത്രം. മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, മേശമായ ജീവിതം നയിക്കുന്നവർ, കൂട്ടുകാർക്ക് അടിമപ്പെട്ടവർ, ഫോണിന് അടിമപ്പെട്ടവരൊക്കെ ഉണ്ട് കർത്താവ്. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന കുടുംബങ്ങളെ, മാതാപിതാക്കളൊക്കെ ഉണ്ട് കർത്താവേ. മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. മാസം തികയോളം കൂടിയിരിക്കണം. സുഖപ്രസവം നൽകണം. ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗ്ഗം ഭാഗ്യമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് കർത്താവ് തലമുറകളെ നൽകി അനുഗ്രഹിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങൾ അതികഠിനമായ ചൂടിൽ കൂടിയൊക്കെ കടന്നുപോയി എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് തന്ന മഴയ്ക്കായിട്ടൊക്കെ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. നീ മനസ്സറിവും കരുണയുമുള്ള ദൈവമാ. തൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. സ്തോത്രം. തക്ക സമയത്ത് സകലതും നൽകുന്ന ദൈവം അവിടുന്നാകിയാൽ നന്ദിയപ്പ, നന്ദി, നന്ദി കർത്താവ്. ഞങ്ങൾക്ക് ലഭിച്ചല്ല മഴയ്ക്കായി നന്ദി പറയുന്നു. തുടർന്നും സ്വർഗ്ഗം സകലതും ചന്തമായും ഉചിതമായും ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എന്നാൽ മഴയുടെ ആധിക്യത്താൽ, വെള്ളപ്പൊക്കത്തിൻ്റെ ആധിക്യത്താൽ ദുബൈയുടെ പ്രദേശം, മസ്കറ്റിൻ്റെ പ്രദേശമൊക്കെ അനവധി നാശനഷ്ടങ്ങളാൽ ഹല്ലേലൂയ കർത്താവേ ജനം കഷ്ടപ്പെടുന്നത് സ്വർഗ്ഗം കാണുന്നല്ലോ കർത്താവേ. മനസ്സലിയണമേ, കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ, എല്ലാ കഷ്ടത്തിൽ നിന്നും വിടുവിക്കണമേ അപ്പാ കർത്താവേ. നാശനഷ്ടം കൂടാതെ സ്വർഗ്ഗമെല്ലാം ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകാര്യങ്ങൾക്ക് ഉപജീവനമാർഗ്ഗമൊരുക്കുന്ന രാജ്യങ്ങളാ കർത്താവേ, നീ സമ്പൽ സമൃദ്ധമായി നടത്തിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗം മാനിക്കണമേ, മാനിക്കണമേ. അടിയൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ കർത്താവേ. സ്തോത്രം. അനവധി നന്മകളെ പ്രാപിച്ചതാ അപ്പാ. പിന്നെയും ഓരോ മക്കളെയും കരുതണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. സ്തോത്രം. എല്ലാ പ്രാർത്ഥനാ വിഷയം അപ്പൻ്റെ പാദപീഠത്തിലോട്ട് തരുന്നു കർത്താവേ. ഹല്ലേലൂയ.
ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട് അയൽ കുടുംബം, കർത്താവേ ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം സ്തോത്രത്തോടെ നന്ദിയോടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കും. ഞങ്ങളുടെ ദേശത്തെ സൗഖ്യമാക്കണം, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഹാലേലൂയ. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ ദൂതന്മാരെ കാവൽ ചെയ്ത് കൊള്ളുമാറാകണം. ശത്രു ഞങ്ങളെ കാണരുത്, പിശാചുകളെ തുടരുത്. ഗബ്രിയേൽ മിഖായേൽ ദൂതഗണങ്ങൾ ഊരിപ്പിടിച്ച വാളുകളുമായി ഞങ്ങൾക്ക് ചുറ്റും നിർത്തിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ സംഹാരൻ കടന്നു വരാതെ ഞങ്ങളുടെ കോട്ടകളെയൊക്കെ കാത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ യാത്രയിലും കർത്താവ് കൂടെ ഇരിക്കണമേ. സുരക്ഷിതമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ യാത്ര ചെയ്ത് കർത്താവിനെ സുരക്ഷിതമായി കൊണ്ട് എത്തിച്ചതോർത്ത് നന്ദി പറയട്ടെ. സ്തോത്രം ചെയ്തിട്ട് കർത്താവേ വീണ്ടും ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ ഞങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. ഒരു കുറവും കൂടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽപ്പാൻ കൈനീട്ടുവാൻ അനുവദിക്കുക. സ്വർഗ്ഗം ഓരോ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. വേണ്ടുന്ന ഓരോ നിമിഷവും കർത്താവ് കൊടുത്തവരെ പോറ്റി പുലർത്തിക്കൊള്ളുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. ഹാലേലൂയ. അടിയൻ മറന്നാലും മറക്കാത്ത വിഷയം സ്വർഗ്ഗമേ, നീ അവിടുന്ന് ഏറ്റെടുത്തിരിക്കാൻ നന്ദി പറയുക. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി നന്ദി പറയുന്നു. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും കൊടുത്തവരെയും മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാറ്റിനുപരിയായി കടന്നു വരുന്ന ഇലക്ഷനായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കണമേ. ആ വിഷയം പ്രാർത്ഥിച്ച് അപ്പത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. സ്വർഗ്ഗം ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് സുവിശേഷ വേലകളെയും വേലക്കാരെയും ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ് ആത്മഭാരത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അനേകായിരങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനമായി കടന്നു പോകാൻ ഓരോ മക്കളെയും ഒരുക്കണമേ. കർത്താവേ സ്തോത്രം, സ്തോത്രം. കർത്താവേ ആമേൻ. ഹാലേലൂയ. കർത്താവേ ഹാലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ വിഷയ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്തോത്രം. ഹാലേലൂയ. ഞങ്ങളുടെ ദേശത്തിന്മേൽ കർത്താവിൻ്റെ കരുണയക്കുമാറാകണം. മനസ്സലിയുമാറാകണം. അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിച്ച് സൂക്ഷിക്കുമാറാകണം. എല്ലാ ഭാരവിഷയവും രോഗവിഷയവും കർത്താവ് ഏറ്റെടുക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി പറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.